ബേഡേഷ് ബേഡൻ. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴും ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വേടൻ ഒരു ദളിതനായത് കൊണ്ടാണോ വേടനെ വേട്ടയാടുന്നത് എന്ന് ചോദിച്ച് വരുന്ന കുറച്ച് കമൻസ് കാണാം. അവരോട് ഒറ്റ ചോദ്യം തിരിച്ചു ചോദിക്കാനുള്ളൂ. വേടന് കിട്ടുന്ന, ദളിതനായ വേടന് കിട്ടുന്ന പ്രിവിലേജ് ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് കിട്ടുന്നുണ്ടോ? ജാതി നിങ്ങൾ മാറ്റും, മനുഷ്യന്മാർക്ക് കിട്ടുന്നുണ്ടോ? ഇന്ന് സുഖമായി വേടൻ്റെ പാട്ടിൽ മുൻകൂർ ജാമ്യം കൊടുത്ത് ഷോയും ചെയ്ത് ഇറങ്ങി നടക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വേടനെതിരെ വന്ന കേസുകളിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. വേടനെ പൊക്കിപ്പിടിച്ച് പാടി നടക്കുന്ന മീഡിയാസ് ഒന്നും ഇതിന് വലിയ രീതിയിലുള്ളൊരു ഫോക്കസ്, ഒരു വിസിബിലിറ്റി ഒന്നും കൊടുക്കുന്നില്ല. കാരണം എന്താ? ഇതേപോലെ ചാനലുകളുടെ പ്രോഗ്രാമിനും ബാക്കി പരിപാടിക്കൊക്കെ വേടൻ്റെ റീച്ച്, വേടൻ്റെ സോഷ്യൽ മീഡിയ വിസിബിലിറ്റി, ഇതൊക്കെ അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ നാളെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടൊക്കെ വേടനെ വിളിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേടനെ പ്രൊട്ടക്റ്റ് ചെയ്തല്ലേ പറ്റൂ. ഇതൊന്നും അങ്ങനെ കാര്യമായിട്ട് ആരും സംസാരിക്കില്ല എന്നുള്ളത് തന്നെയാണ് അതിലൊരു ഫാക്ട്. പിന്നെ ഭരിക്കുന്ന പാർട്ടിയുടെ എവിടുന്നും ഇല്ലാത്ത സപ്പോർട്ടും ഉണ്ടല്ലോ ഒരു സൈഡിൽ. ഇതിപ്പോൾ നിവൃത്തികേടുകൊണ്ടാണ് തോന്നുന്നു കുറ്റപത്രം പോലീസുകാരെതിരെ സമർപ്പിച്ചിട്ടുള്ളത്. റാപ്പർ വേടനെതിരായ ബലാത്സംഗ കേസ് വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനത്തിന് തെളിവുകളുണ്ടെന്ന് കുറ്റപത്രം. ബന്ധം നിഷേധിക്കാതെ വേടൻ്റെ മൊഴി 1. അടുത്തത് കഞ്ചാവ് കേസിൽ കുറ്റപത്രം, അത് വേടനെതിരെയാണ്. ഓക്കെ, ഇപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഒരു റൂട്ട് വരുന്നത്, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ചെയ്ത സമയത്ത് ഒന്നും ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല. ആ വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10,000-40,000 പേര് 50,000 പേരാണ് കണ്ടത്. അതാരും ഒന്നും അത്ര റെലവൻറ്റ് വീഡിയോ ആയിട്ട് എടുത്തില്ല. വേടനെതിരെ കംപ്ലയിൻറ്റ് ചെയ്ത ഡോക്ടർ, ഓക്കെ, ആ ലേഡി ഇവിടെ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞൊരു ചാനലിൽ കൃത്യമായിട്ട് എന്താണ് വേടനിൽ നിന്ന് അനുഭവിച്ച പ്രശ്നങ്ങൾ, അതിൻ്റെ മോഡസ്, ഈ ഒരു ലേഡി മാത്രമല്ല പല ഫോറങ്ങളിലായിട്ട് വേടനെതിരെ വന്നിട്ടുള്ള അതിജീവതകളുടെ ഒരുപാട് ഇതേപോലത്തെ എക്സ്പീരിയൻസുകളൊക്കെ ആ ഒരു വീഡിയോനകത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്നും വേടേഷിനെ സ്നേഹിക്കുന്ന വേടൻ പ്രേമികൾ, വേടൻ ആർമി നമ്മൾ ഒരുമാതിരി തേച്ച് വിട്ട പോലെയാണ് അതിൽ കമൻറ്റ് ബോക്സിലൊക്കെ സംസാരിച്ച് വിട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ, എന്താണെങ്കിലും ഈ വിഷയങ്ങൾ കൊടുമ്പിരി കൊണ്ട സമയത്ത് ഒളിവിൽ പോയിരുന്നു വേടൻ. ഓക്കെ, ഒരു ടൈമിൽ ഒളിവിലായിരുന്നു. തിരിച്ചു വന്ന വേടൻ്റെ കുറച്ച് മാസ് ഡയലോഗുകൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കോണ്ടൻറ്റ് തുടങ്ങാം. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിനാരിയോ, ഇപ്പോഴത്തെ സിനാരിയോ, അത് കുറ്റപത്രം സമർപ്പിച്ച സിനാരിയോ ന്യൂസിൽ വന്നതെന്ന് ഞാൻ പ്ലേ ചെയ്യാം. കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചത്, ഇതിൽ പറയുന്നത് വേടൻ ഈ പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി, ഇതിന്റെയൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകളും അന്വേഷണ സംഘത്തിന് ശേഖരിക്കുവാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നലെ ആയിരുന്നു കഞ്ചാവ് കേസിൽ വേടനെതിരായിട്ടുള്ള കുറ്റപത്രം സമർപ്പിച്ചത്. അതിലും പറയുന്നുണ്ട് വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്ന ആളാണെന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കുറ്റപത്രത്തിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 കേസുകളിലാണ് വേടനെതിരെ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇനിയും കേസുണ്ട്, ഒരു പുലിപ്പള്ളി കേസുണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു ഗവേഷക വിദ്യാർത്ഥി നൽകിയ പീഡന പരാതിയിലും കുറ്റപത്രം സമർപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടിയും സെൻട്രൽ സ്റ്റേഷനിൽ വേടൻ ഹാജരായി 1 ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചു. യുവതിയുടെ പരാതിക്കാരി വിദേശത്തായതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വേടന്റെയും യുവതിയുടെയും മൊഴികൾ പരിശോധിച്ച് ആവശ്യമെങ്കിൽ വേടനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുവാനാണ് സെൻട്രൽ പോലീസിന്റെ തീരുമാനം. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബ്രീഫ്. മനസ്സിലായോ? വേടന് ഒരു കേസൊന്നുമല്ല, ഒരുപാട് ഇതേപോലുള്ള കേസുകളിൽ പോയി ഈ മൊഴി കൊടുക്കേണ്ട ഒരു അവസ്ഥ തന്നെയാണ്. ഓക്കെ, അന്ന് വേടനെതിരെ മീറ്റു അലിഗേഷൻ വന്ന സമയത്ത് അന്ന് ഇവർക്കെതിരെ എല്ലാവർക്കും മാപ്പ് ചോദിച്ചു, ഈ മീറ്റു അലിഗേഷൻ നടത്തിയ എല്ലാവരോടും മാപ്പ് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ക്യാമ്പയിനൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഈവൻ ഞാനും ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ വിഷയങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ തുടങ്ങി കുറച്ച് ആളുകളോടൊക്കെ സംസാരിച്ച സമയത്താണ് അത് മാപ്പ് ചോദിച്ചൊന്നുമല്ല, ആ ടൈമിൽ അത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വൈറ്റ് വാഷ് പുട്ടിയടി പരിപാടിയായിരുന്നു എന്നത് കാണിച്ചെന്നുള്ളതാണ് എനിക്ക് എൻ്റെ ആ ഒരു സംസാരങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻഫർമേഷനിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്താണെങ്കിലും ഇപ്പോൾ സമർപ്പിച്ച കുറ്റപത്രമാണ്. കോടതിയിൽ ഈ കുറ്റപത്രം എത്രത്തോളം നിലനിൽക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ കേസ് കൊടുത്ത സ്ത്രീകളുടെ പരാതി, അതിൻ്റെ മൊഴി, കാര്യങ്ങൾ, ഇനി വേടൻ കൊടുക്കുന്ന ഒരു മൊഴി, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇത് കോടതിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്താണെങ്കിലും ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഒരാൾക്കെതിരെ ഇങ്ങനൊരു കുറ്റപത്രം വരുന്നു, അല്ലെങ്കിൽ ഇത്രത്തോളം അലിഗേഷൻ വരുമെന്നുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നല്ല കലാകാരനാണ്, അയാൾ ചെയ്യുന്ന ആർട്ട്
നല്ലതാണ്. ആ ആർട്ടിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു, അയാളുടെ കലയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ആസ് എ പേഴ്സൺ ഇൻ റിയൽ ലൈഫ്, ഓക്കെ, ദിസ് മാൻ ഈസ് എ ഫ്ലോപ്പ്. മനസ്സിലായോ? റിയൽ ലൈഫിൽ ഇയാൾ വെറും സീറോ ആണ്, ഹീറോ അല്ല, സീറോ ആണ്. പക്ഷേ ഇയാളുടെ വർക്കിൽ ഇയാൾ ഹീറോ ആണ്. ഞാൻ ഒളിവ് പോയ വേടൻ തിരിച്ചു വന്നത് കുറച്ച് പഞ്ച് ഡയലോഗായിട്ടായിരുന്നു. ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല. എൻ്റെ ഈ ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരു കലാകാരൻ എവിടെയും പോകുന്നില്ല. കലാകാരൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നോക്കുന്നത്. ഒരു കലാകാരൻ ചെയ്തു വെച്ച അയാളുടെ കല, അയാൾ ചെയ്തു വെച്ച അയാളുടെ വർക്ക് എവിടെയും പോകുന്നില്ല എന്നുള്ളതല്ലേ ഫാക്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരാളുടെ വർക്ക് എവിടെയും പോകുന്നില്ല. ദാറ്റ് വർക്ക് സ്റ്റേസ്. ഒരു കലാകാരൻ അയാളുടെ ലൈഫിൽ ചെയ്യുന്ന റീലിനകത്തുള്ള റിയാലിറ്റി ദാറ്റ് സേസ്, അത് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് വർഷങ്ങളും കാലങ്ങളും യുഗങ്ങളും ഒക്കെ താണ്ടിപ്പോവും. പക്ഷെ അയാൾ റിയൽ ലൈഫിലൊരു ഫെയിലിയർ ആണെങ്കിൽ, അയാളൊരു ദുരന്തമാണ് റിയൽ ലൈഫിൽ, സൊസൈറ്റിക്ക് ഈ പറഞ്ഞ പോലെ മാതൃകയാക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു റിയൽ ലൈഫ് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആൾക്കാർ മറക്കും. കുറ്റപ്പെടുത്തലുകൾ വരും, വെറുപ്പ് വരും, അതൊക്കെ വരും. പിന്നെ മാറി ഒരു മനുഷ്യന് പ്രീവിയസ് തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാൻ ആണ് എന്നുണ്ടെങ്കിൽ അത് അയാൾ ജീവിച്ച് കാണിക്കുക തന്നെ വേണം. അത് വേടൻ്റെ കേസിൽ അങ്ങനെയാണ്. അതായത് വേടൻ ചെയ്യുന്ന വേടൻ്റെ കലാപ്രവർത്തികൾ അല്ലെങ്കിൽ വേടൻ്റെ ആർട്ട് അത് ഗുഡാണ്, അതിലൂടെ വയ്ക്കുന്ന ആശയങ്ങൾ നല്ലതാണ്. പക്ഷെ പേഴ്സണൽ ലൈഫിന് ഇങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളൊരു മനുഷ്യന് അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു കടമ കൂടി അയാൾക്കുണ്ട്, ഒരു പ്രായശ്ചിത്തം കൂടി അയാൾ ചെയ്യണം അതിനകത്ത്. അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ക്ലെൻസിങ് പീരിയഡ് എടുക്കും വേണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ഇല്ലയെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഈ മൈറ്റ് ഓഫ് ലൈക്ക് എന്താ പറയുക, അതിനുള്ള സ്റ്റെപ്സൊക്കെ എടുത്ത് കാണും. എന്താണെങ്കിലും ആശാൻ ഇങ്ങനെയാണ് തിരിച്ച് വന്നത്. ഇനി അന്ന് ഞാൻ വെച്ച വീഡിയോയിൽ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടാവും, രണ്ടുപേരും സമ്മതമുള്ള ഒരു ബന്ധത്തിനകത്ത് പീഡനം എങ്ങനെ വരും, അല്ലെങ്കിൽ ഇത് എങ്ങനെ നടക്കും, ഇത് അങ്ങനത്തെ പല ചോദ്യങ്ങളും ചോദിക്കുന്ന ആളുകൾ ഇപ്പോഴും സ്റ്റിൽ എക്സിസ്റ്റിംഗ് ആണ്. അവിടെ ഞാൻ വീണ്ടും ആ ലേഡി അന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തരികയാണ്. കല്യാണം കഴിക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ കുറച്ചു നേരം സംസാരിക്കാൻ തുടങ്ങി. ഒരു അറ്റ് എ പോയിന്റ് അവൻ എന്നോട് ചോദിച്ചു, ഞാൻ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കൺസെൻറ്റ് കൊടുത്തു അതിന്. ഞാൻ അത് കൊടുത്തതിന് ശേഷം അവൻ പിന്നീട് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് ഒരു സെക്ഷൽ രീതിയിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ ചെയ്യാൻ താല്പര്യമില്ല, പിന്നീട് എപ്പോഴെങ്കിലും ചെയ്താൽ പോരെ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു നിൻ്റെ ശരീരം വെളിച്ചത്ത് കാണാൻ കൊള്ളില്ല എന്ന് വിചാരിച്ചിട്ടല്ലേ നീ അങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് അങ്ങനെ പറയുന്നതെന്നുള്ളത് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്കത് കുറച്ച് ബോഡി ഷെയ്മിങ് ആയിട്ട് തോന്നി, അങ്ങനെ ഇൻസൾട്ട് ചെയ്ത പോലെ എനിക്ക് തോന്നി. ഹൗഎവർ ഹി സ്റ്റിൽ കണ്ടിന്യൂ ടു ഡു ദ സെയിം തിങ്. നിർബന്ധിച്ചാണ് ചെയ്തത്. ആ സമയത്ത് പറയുന്നത്. ഒരു തവണ കോഴിക്കോട് എന്നെ കാണാൻ വന്ന സമയത്ത്, അത് മാർച്ച് 30, 2022 കോഴിക്കോട് അപ്പാർട്ട്മെൻറ്റിൽ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു കാണാൻ. അന്ന് ആ സമയത്ത് അവൻ ഡ്രഗ്സ് എന്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പിൽസും പിന്നെ കാനാബിസിൻ്റെ ഒരു കോമ്പിനേഷൻ പോലെ എടുത്തതായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവൻ വന്നു ഞങ്ങൾ സെക്ഷൽ ആക്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ക്രൂവലായിട്ടായിരുന്നു ആ സെക്ഷൽ ആക്ട് ചെയ്തത്. അവസാനം പിന്നെ ഞാൻ ബ്ലീഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവൻ പറഞ്ഞത് വെറും ബ്ലഡ് അല്ലേ, ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ ഡിസ്മിസ് ചെയ്തത് ആ കാര്യം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എൻ്റെ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കൊച്ചിയിൽ അപ്പാർട്ട്മെൻറ്റിൽ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇവൻ എന്നെ കല്യാണം കഴിക്കും എന്നാണ്. ബിക്കോസ് എപ്പോഴൊക്കെ എന്നെ കാണാൻ വരുന്നു അല്ലെങ്കിൽ എപ്പോഴൊക്കെ എന്നെ ഫോൺ വിളിക്കുന്നോ ആ സമയത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇവന് എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ. ഒരു തവണ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് 2 വർഷത്തിനുള്ളിൽ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ഒരേ വീട്ടിലേക്ക് മാറാം, കുട്ടികളുണ്ടാവുകയാണെങ്കിൽ കുറച്ച് ദിവസം എൻ്റെ കൂടെയും കുറച്ച് ദിവസം നിൻ്റെ കൂടെയൊക്കെ താമസിക്കാം, അങ്ങനത്തെ ഒക്കെ പ്ലാൻ വെക്കുന്നുണ്ടായിരുന്നു. വിവാഹ വാഗ്ദാനം എന്നുള്ള ഒരു കാര്യം ഇതിനകത്ത് വളരെ ക്ലിയർ ആണ്. ഓക്കെ, ഇവർ പറയുന്ന പെർട്ടിക്കുലർ കേസിൽ വിവാഹ വാഗ്ദാനം ഉണ്ട്. പലരുടെ കേസിലും ഇതേ വിവാഹ വാഗ്ദാനം വേടനിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് സർവൈവേഴ്സ് ആയിട്ടുള്ള എല്ലാവരും പറയുന്നത്. വിക്ടിമൈസ് എല്ലാവരും പറയുന്നത് എല്ലാ വിക്ടിംസിനും അങ്ങനെ ഒരു സംഗതി ഉണ്ട്.
ഓക്കെ. പിന്നെ കോമൺ ആയിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളെ കുറ്റപ്പെടുത്തി, അത് പ്രീവിയസ് റിലേഷനിൽ ഉണ്ടായിരുന്നൊരു ലേഡിയെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കാം അടുത്തൊരു ലേഡിയിലേക്കുള്ള വേറൊരു അപ്രോച്ച് പോകുന്നത്. ഓക്കെ. അങ്ങനെ കുറേ സിമിലർ കൈൻഡ് ഓഫ് മോഡസ് ഇവരുടെയൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർ പറയുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ വൺ തിങ് ഈസ് വെരി ക്ലിയർ, ഒരു ആണിനോ പെണ്ണിനോ മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ടാവുന്നത് അതൊരു സീനല്ല. അങ്ങനെ ഉണ്ടാവാം സൊസൈറ്റിക്കകത്ത്. ഓക്കെ. അങ്ങനെ മൾട്ടിപ്പിൾ റിലേഷൻസ് കീപ്പ് ചെയ്യുന്നവരുണ്ടാവും, ആ മൾട്ടിപ്പിൾ റിലേഷൻസിൽ തന്നെ സെക്സ് ലൈഫ് കീപ്പ് ചെയ്യുന്നവരുണ്ടാവും. അത് കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരൊക്കെ ആയിട്ട് നമ്മുടെ സൊസൈറ്റീനടുത്ത് കുറേ ആളുകൾ അങ്ങനെ ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ താല്പര്യമില്ലാതെ, അതായത് സമ്മതമില്ലാതെ നിർബന്ധിപ്പിച്ച് ഉപദ്രവിച്ച് ഒരാളെ ബെഡിലിട്ടിട്ട്, അതാണ് പെണ്ണാണിനെയാണെന്നുണ്ടെങ്കിലും ദാറ്റ്സ് റോങ്, ദാറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. അതിനൊരു എന്താ പറയുക, അതങ്ങനെയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ പലർക്കും ഈസി ആയിട്ട് ചോദിക്കാം, അപ്പോൾ നീ കിടന്നു കൊടുത്തപ്പോൾ നിനക്ക് അറിയില്ലായിരുന്നു, അവൻ ചെയ്തപ്പോൾ നീ എന്തിനു നിന്ന് കൊടുത്തു. ബട്ട് ആ സിറ്റുവേഷനിലുള്ള ആ ലേഡിക്ക് അതിൻ്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ. ഓക്കെ. അതുകൊണ്ടാണ് അവരത് പറയുന്നത്. ഈവൺ ഇഫ് ലൈക്ക് അവർ കല്യാണം കഴിക്കാൻ വാഗ്ദാനം തന്ന ഒരാളാണ്, കല്യാണം കഴിക്കുമെന്നുള്ള പല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ട് പോലും അവരെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനത്തെ ഒരു ആക്ടിന് വേണ്ടി നിർബന്ധിക്കുന്ന അവസ്ഥ അവർക്ക് ഹാർഡാണ്. മനസ്സിലായോ? അപ്പം അത് ഓൾറെഡി ഒരു വാഗ്ദാനത്തിൻ്റെ മുകളിൽ ത്രട്ടറിങ് കൂടി വന്നിട്ടാണ് അവരെ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിക്കുന്നത്. അപ്പം അത് അവർക്കതൊരു പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമവ്യവസ്ഥ വെച്ചിട്ട് അവർക്കത് കേസാക്കാൻ പറ്റും. ചീറ്റ് ചെയ്ത കാര്യമാണെന്ന് അവർക്ക് പറയാൻ പറ്റും. ആൻഡ് ഇവരുടെ കയ്യിലൊക്കെ ഈ റീസെൻറ്റ് ടൈംസിൽ നടന്ന ഇഷ്യൂ ആണ്. 2022, 2021, 2023, 2020 ശേഷം ഇങ്ങോട്ട് എല്ലാ തെളിവുകളും വേണം, ഈ കോൾ റെക്കോർഡ്സ്, ചാറ്റ്, എല്ലാ കാര്യങ്ങളും ഇവരുടെ കയ്യിൽ കാണും. മനസ്സിലായോ? അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഈ കേസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിൽക്കാനേ സാധ്യതയുള്ളൂ. എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ കാശ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. അറൗണ്ട് 31,570 അത്രയും റുപ്പീസ് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു, ഇതുവരെ റിട്ടേൺ ചെയ്തതുമില്ല. നവംബർ 2021 ഒരു പുതിയതായിട്ടൊരു മ്യൂസിക് വീഡിയോ ഇറക്കുന്നുണ്ടായിരുന്നു. പേര് ബുദ്ധനായി പിറ എന്നായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചോദിച്ച് വാങ്ങിച്ചതാണ്. അറൗണ്ട് 15,000 റുപ്പീസ്. അതൊന്ന് ഈ മ്യൂസിക് വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട്, പിന്നെ അവരുടെ സ്റ്റേക്ക് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ ചെന്നൈ പോയിട്ട് അവിടെ വെച്ച് അവൻ്റെ അനിയത്തിക്ക് എന്തോ കോഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു 5,000 റുപ്പീസ് എക്സ്ട്രാ വാങ്ങിച്ചു. അതുപോലെ തന്നെ എപ്പോൾ കൊച്ചിയിൽ വന്നാലും അല്ലെങ്കിൽ കോഴിക്കോട് വന്നാലും എൻ്റെ കാർഡ് സ്വൈപ്പ് ചെയ്തിട്ട് മദ്യം വാങ്ങിക്കലും ഒക്കെ ആയിരുന്നു. ഓരോ ബാറിലൊക്കെ പോയിട്ട് കാർഡ് കൊടുത്ത് വിടുമായിരുന്നു. അങ്ങനെ ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം പോയി എന്നുള്ളത്. പിന്നെ ഇതേപോലെ അവസാനം ടുവേർഡ്സ് എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ അവനൊരു ഐഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. 55,000 റുപ്പീസിൻ്റെ ഒരു ഐഫോണായിരുന്നു അത്. അത് കൊടുത്തതും അവനെനിക്ക് EMIയിൽ തരാമെന്നാണ് പറഞ്ഞത്, ട്രാൻസാക്ഷൻസ് ആയിട്ട് തരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ എപ്പോഴും അവൻ്റെ കാല് പിടിക്കുമായിരുന്നു. കാല് പിടിച്ച് പറയുമായിരുന്നു എപ്പോഴും എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അവൻ്റെ ഫ്രണ്ട് വഴി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് അവസാനമൊക്കെ ആയപ്പോൾ എൻ്റെ ഫോൺ എടുക്കാതെയായി. അങ്ങനെ ഒരു ദിവസം July 15, 2023 അന്നൊരു കോൺസേർട്ട് നടക്കുന്നുണ്ടായിരുന്നു. എവിടെയാണ്? ലേ മെറിഡിയനിൽ, കൊച്ചിയിൽ വെച്ചിട്ട്. അപ്പോൾ അത് നടക്കുന്നതിൻ്റെ തലേദിവസം എന്നോട് പറഞ്ഞത്, നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വന്നിരിക്കും, ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഫുൾ വെയിറ്റ് ചെയ്ത് അവൻ വന്നില്ല. നെക്സ്റ്റ് ഡേ പരിപാടി കഴിഞ്ഞിട്ട് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പോഴും വന്നില്ല. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ വിളിച്ചു ചോദിച്ചു, ആളവിടെ ഉണ്ടോ, എൻ്റെ അടുത്ത് വരാമെന്നാണ് പറഞ്ഞെന്നുള്ള രീതിയിൽ. അങ്ങനെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിളിച്ചു ചോദിച്ചു. അത് അവന് ഇഷ്ടപ്പെട്ടില്ല. നെക്സ്റ്റ് ഡേ എന്നെ വന്ന് കുറേ ചീത്ത പറഞ്ഞു. നീ എന്നെ പഴച്ചവനാക്കുവാണ്, നീ ഭയങ്കര ടോക്സിക്കാണ്, നീ എന്നെ ബാക്കിയുള്ള സ്ത്രീകളെ അടുത്ത് സെക്സ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെയാണ് നീ ടോക്സിക് ആവുന്നത്. അതായിരുന്നു പരാതി. അതായത് ഞാൻ ടോക്സിക് ആവുന്നത് ഞാൻ അവനെ വേറെ സ്ത്രീകളെ ഒന്നും നോക്കാൻ സമ്മതിക്കുന്നതല്ല, സെക്സ് ചെയ്യാനായിട്ട് സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ. ഇതാണ് അവർ എക്സാക്ട്ലി മൊഴിയായിട്ട് പറഞ്ഞ കാര്യങ്ങൾ മീഡിയയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഈ ലേഡിയെ വേടൻ ഈവൺ ഈഫ് ലൈക്ക് എന്താ പറയുക, വാഗ്ദാനം കൊടുത്തു അല്ലെങ്കിൽ കൺസെൻറ്റ് മുകളിലുള്ള എന്താണെങ്കിലും അവരെ മോണിറ്ററിയും ഭയങ്കരമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, ഫിസിക്കലിയും അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്, മെൻ്റലി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഞാൻ പറഞ്ഞല്ലോ, ഒരു കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഫൈൻ,
അയാളും അതേപോലെ ഒരു ബന്ധത്തിൽ പോയി, ഇവരും അങ്ങനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ന്യായം പറഞ്ഞ് നിൽക്കാം. പക്ഷേ വേടൻ്റെ കേസിൽ ഇത് ഒരു സീനല്ല. ഓക്കെ, ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ, മൂന്നിൽ കൂടുതൽ ആളുകളാണ് ഈ ഒരു വിഷയം ഇതേപോലെ പറയുന്നത്. മോഡസ് സെയിമാണ്, അപ്രോച്ച് സെയിമാണ്, ആക്ടിവിറ്റീസ് സെയിമാണ്, വായന്ന് വരുന്ന ഡയലോഗ് അടക്കം സെയിമാണ്. ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഞാൻ പറഞ്ഞില്ല, മാസങ്ങൾക്ക് മുമ്പ് ഓഗസ്റ്റിലെങ്ങാണ്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഞാൻ പറയണ്ടായിരുന്നു, ഇയാൾ എഴുതി വെച്ച വരികളിലുള്ള ശക്തമായ രാഷ്ട്രീയവും ഇയാളുടെ റിയൽ ലൈഫ് ചെയ്തികളും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അവിടെയാണ് എനിക്ക് സംശയം വന്നുള്ളത്, ഇയാൾ എഴുതുന്നത് തന്നെയാണോ എന്നുള്ളത്. മനസ്സിലായോ? ഇയാൾ പറയുന്നൊരു രാഷ്ട്രീയം, ഇയാൾ മുന്നോട്ട് സൊസൈറ്റിക്ക് വെക്കുന്ന, കുട്ടികളിലേക്ക് വെക്കുന്ന ഒരുതരം വിപ്ലവമുണ്ട്. അതൊന്നും ഇയാൾക്ക് റിയൽ ലൈഫിലില്ല. ഈ ലേഡിയുടെ ഇൻ്റർവ്യൂ, ഞാൻ ആ വീഡിയോ എന്താണെങ്കിലും എടുത്തിട്ട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിലിടാം. ആ വീഡിയോനകത്ത് ഈ ലേഡി പറയുന്നുണ്ട്, ബോഡി ഷെയിം ചെയ്യുന്നു, സ്ലട്ട് ഷെയിം ചെയ്യുന്നു, ഭയങ്കര മോശമായ രീതിയിൽ സംസാരിക്കുന്ന, ഈ ജാതിക്കെതിരെ മറ്റേ നിറത്തിൻ്റെ അത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പല രാഷ്ട്രീയവും സംസാരിക്കുന്ന ഒരാളാണ് വേടൻ. ജാതിയുടെ രാഷ്ട്രീയം, നിറത്തിൻ്റെ രാഷ്ട്രീയം, ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട അടിമകളുടെ സ്വരമായി മാറുന്ന വേടൻ, യൂത്തിൻ്റെ സ്വരമായി മാറുന്ന വേടൻ എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഫ്രണ്ട് സർക്കിൾ നമ്മളൊക്കെ അങ്ങനെയാണ്. പ്രോഗ്രഷൻ പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ ബോഡി ഷെയിം ചെയ്യും, തമാശ പറയും, പല കാര്യങ്ങളും നമ്മൾ ചെയ്യും. ഓക്കെ, ചെയ്യില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു അൾട്രാ പ്രോമാക്സ് വേർഷൻ ഓഫ് എന്താ പറയുക പ്രോഗ്രഷൻ മുന്നിൽ പ്രൊജക്റ്റ് ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. ഓക്കെ, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിമിറ്റ്സ് കീപ്പ് ചെയ്യാൻ പറ്റണം. അതും ഇല്ല. അപ്പോൾ ഇത് ഭയങ്കര ഫേക്കായിട്ടുള്ളൊരു വ്യക്തി പോലെയാണ് എനിക്ക് ഇവരുടെ ഇത് ഒന്നല്ല കേട്ടോ, 2 പേര് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ ചാനലിൽ. 2ഉം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടവർക്കറിയാം ആ കാര്യങ്ങൾ. ഈ ലേഡി പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ ഫാക്ട്സ് ഉണ്ട് എന്നുള്ളതാണ് പോലീസ് കുറ്റപത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇവരെന്താണെങ്കിലും അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും, ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്താലോ അല്ലെങ്കിൽ പൈസ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ അതിന് വാലിഡ് ആയിട്ടുള്ള പ്രൂഫ്സ് കാണും. ഓക്കെ, ലൈക്ക് ഇതെന്താ അറിയുമോ, ഓക്കെ വേടന് നന്നാവണം, വേടന് മാറണം, വേടന് ഇനിയുള്ള ആ പാസ്റ്റ് ലൈഫിലേക്ക് പോകരുത്, ചിലപ്പോൾ ആ ഒരു പാസ്റ്റ് ലൈഫിൽ അങ്ങനെ സംഭവിച്ചു പോയി എന്നൊക്കെ തോന്നലുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഇതൊക്കെ ഡീൽ ചെയ്യണമായിരുന്നു. കൃത്യമായിട്ട് ഇവർക്ക് എന്താണ് ആവശ്യം, വേടനിൽ നിന്നുണ്ടായ ഈ മോശമായ പ്രവൃത്തി കാരണം ഇവർക്ക് എന്ത് സംഭവിച്ചു, അതിനുള്ള എന്ത് പ്രായശ്ചിത്തം, ഇതൊക്കെ ചെയ്തിട്ട് വേണമായിരുന്നു മുന്നോട്ട് പോകാൻ. ഓക്കെ, അല്ലാത്ത പക്ഷം ഇത് മുന്നോട്ട് പോകുമ്പോൾ ഇവർ ഈ വേടനിൽ നിന്ന് ഇത്രയും മോശമായ അനുഭവം ഉള്ളവർക്കൊക്കെ ഒരു മനസ്സിനകത്തൊരു വേദന തോന്നില്ലേ? ആ വേദനയുടെ മുകളിലാണ് ഇവരൊക്കെ വരുന്നത്. ഇവരനുഭവിച്ച ട്രോമ ഇവർക്കൊക്കെ ഇപ്പോഴും മനസ്സിനകത്തുണ്ട്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, ഇപ്പോഴും വേടനെ ആരാധിക്കുന്നവർക്ക് ആരാധിക്കാം. ആസ് എ പേഴ്സൺ ഇൻ എന്താ പറയുക റിയൽ ലൈഫ് അയാൾ ആരാധിക്കാൻ മാത്രം കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയല്ല. ബട്ട് അയാളുടെ വർക്ക്, അയാളുടെ ആർട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് അയാൾ എന്ത് ചെയ്യാം, അയാളുടെ ഒരു ആരാധന തോന്നാം, അയാളുടെ ഒരു സ്നേഹവും ഇഷ്ടവും തോന്നാം, അയാൾ പറയുന്ന രാഷ്ട്രീയം നമുക്ക് ഇഷ്ടമാവാം. ബട്ട് ഇൻ പേഴ്സണൽ റിയൽ ലൈഫ്, നോട്ട് ഇൻ റിയൽ ലൈഫ് ഹീ ഈസ് ജസ്റ്റ് എന്താ പറയുക എ ബ്ലണ്ടർ, ലിവിങ് ബ്ലണ്ടർ മാത്രമാണ് വേടൻ എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇയാളെ ഈ കേസും കൂട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് വരുമ്പോൾ മനസ്സിലാവുന്നത്. ബാക്കി നമ്മുടെ കോടതി, നമ്മുടെ നിയമമൊക്കെയാണ്. ഇവിടെ പല രീതിയിലുള്ള കേസുകളൊക്കെ ഇങ്ങനെ പോകുന്നത് കൊണ്ടും പിന്നെ ജാതീയമായും രാഷ്ട്രീയമായും പൈസ കൊണ്ടും ഒക്കെ വേടൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വേറെ ലെവൽ ഓഫ് എൻറ്റിറ്റി ആയിട്ടാണ് ജീവിക്കുന്നത്. സോ അയാളെ ബാക്ക് ചെയ്യാനും അയാളെ ഫണ്ട് ചെയ്യാനും അയാൾക്ക് വേണ്ടി സംസാരിക്കാനും 100 നാവുകളും 100 മസിലുകളും 100 പൊളിറ്റിക്കൽ പവറും 100 മണി പവറുള്ളവരൊക്കെ വരും. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്കൊന്നും നീതി ലഭിക്കുമെന്നൊന്നും എനിക്കൊരു ഉറപ്പുമില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു സാധാരണക്കാരനെതിരെയാണ് ഒരു പീഡന പരാതി വന്നതെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 10-45 ദിവസം അകത്ത് കിടക്കും. ഇത് ഒളിവിൽ പോകുന്നു, മുൻകൂർ ജാമ്യം എടുക്കുന്നു, പുറത്തിറങ്ങുന്നു, മൊഴി കൊടുക്കാൻ പോകുന്നു, ഈസി ആയിട്ട് പുറത്ത് വരുന്നു, മീഡിയാസിനെ കാണുന്നു, ഗൂഢാലോചന ഉണ്ടെന്ന് പറയുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വേർഷൻ പറയുന്നു, ഇറങ്ങിപ്പോകുന്നു. എന്നിട്ടും പറയും വേടന് ഇവിടെ പ്രിവിലേജ് ഇല്ല, വേടൻ ദളിതനായതുകൊണ്ട്, വേടൻ്റെ നിറം കറുപ്പായതുകൊണ്ട് വേടനെ എല്ലാവരും ഹോണ്ട് ചെയ്യുന്നു, എല്ലാവരും വേടനെ ആക്രമിക്കുന്നു. എന്തോ നടക്കുന്നത്?